2019 വരണമെന്ന് ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്ത് ഞാൻ എത്തിയേക്കുവാണ്. കൊള്ളാം. ആ ഹാൾസ്റ്റാട്ട് പള്ളിയുടെ ബാക്ക് സൈഡിൽ ഫുള്ള് കോട വന്നിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. ഇത് കിടിലം മഴയാണ് ഇവിടെ. സമ്മറിൽ ഹാൾസ്റ്റാട്ട് കാണാൻ വന്ന എൻ്റെ അവസ്ഥയാണ് ഇത്. കണ്ടോ, ഇവിടെ എന്തോ പെരുമഴ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ജർമ്മനിയിൽ നിന്ന് ഓസ്ട്രിയ വരെ ഒരു ചെറിയ ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുവാണ്. ഇപ്പോൾ സമയം 5:34 രാവിലെ. ഇവിടുന്ന് 5:38 ഫസ്റ്റ് ബസ്. പിന്നെ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6:08 6:06 എന്തോ ആണ് സാൽസ്ബർഗിന് ട്രെയിൻ. സാൽസ്ബർഗ് പറയുന്നത് ഓസ്ട്രിയ ആണ്. ഡയറക്റ്റ് ഒരു ട്രെയിനുണ്ട്. അപ്പോൾ ആ ട്രെയിൻ കയറി ഓസ്ട്രിയ പോയി, സാൽസ്ബർഗ് പോയി. സാൽസ്ബർഗിൽ നിന്ന് വീണ്ടും നമുക്കൊരു 2-3 കണക്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ യാത്ര ഞാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ബസ് വന്നിറങ്ങിയേക്കുവാണ്. അപ്പം 10 മിനിറ്റ് ഉണ്ട്. അപ്പം ഞാനൊരു കാപ്പിയും ഒരു സ്നാക്കും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പ്ലാറ്റ്ഫോം 1 തന്നെയാണ് ട്രെയിൻ വരേണ്ടത്. 12 ഡിഗ്രിയാണ് തണുപ്പ്. കഴിഞ്ഞ ആഴ്ച 33 ഡിഗ്രി വരെ പോയ സ്ഥലമാണ്. പെട്ടെന്ന് തന്നെ 2 മഴ വന്നപ്പം അങ്ങ് മാറിപ്പോയി. എനിക്ക് പോകേണ്ട ട്രെയിനാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി 8:55 ആകുമ്പം സാൽസ്ബർഗിലെത്തും. ഇപ്പോൾ 6:08 അല്ല 6:04 6:08 ഇവിടുന്ന് വണ്ടി എടുക്കും. ഏതായാലും പോകുന്ന കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അങ്ങനെ ഞാൻ മ്യൂൾഡോഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ട്രെയിനിന് കുറച്ച് നേരം സ്റ്റോപ്പുണ്ട്. ഒരു അരമണിക്കൂർ ഈ ട്രെയിൻ ഇവിടെ പിടിച്ചിടും. അപ്പോൾ നമ്മുടെ ബാക്കിലായിട്ട് ഇവിടുന്ന് മ്യൂണിക്ക് പോകുന്ന ഒരു ട്രെയിൻ കാണാം. ഒരു റെഡ് കളർ ട്രെയിൻ കണ്ടോ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ട്രെയിനും റെഡ് കളറാണ്. വരുന്ന വഴിക്ക് കുറച്ച് വിഷ്വൽസൊക്കെ എടുക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എങ്കിൽ മൊത്തത്തിലൊരു മൂടിയിരിക്കുകയാണ്. 7:15 ഉള്ളൂ. അപ്പം വെട്ടത്തിൻ്റെ ഒരു അഭാവം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടും പിന്നെ ഞാൻ പാട്ടൊക്കെ കേട്ടങ്ങ് ഇരിക്കുമായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് നല്ല വിഷ്വൽസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു ഓസ്ട്രിയ ബോർഡറിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ട് വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റും. സാൽസ്ബർഗ് എത്തണം. സാൽസ്ബർഗ് എത്തിയിട്ട് അടുത്ത ബസ് എടുക്കണം. എന്തായാലും ഞാൻ ഹാൾസ്റ്റാട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ഹാൾസ്റ്റാട്ടിൽ എത്താനായിട്ട് സാൽസ്ബർഗിൽ നിന്നും ഒരു 2-2.25 മണിക്കൂർ എടുക്കുമായിരിക്കും. ഏതായാലും കാണാം. ഇത് കണ്ടോ, ഈ ട്രെയിനിൽ ആരുമില്ല. ഞാൻ മാത്രമാണ് ഇപ്പോൾ ഈ ട്രെയിനിൻ്റെ ഈ ബോഗിയിലുള്ളത്. മേ ബി ഈ ട്രെയിൻ വിടാനായിട്ട് ഇനിയും 10-20 മിനിറ്റ് ഉണ്ട്. ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. ഇത് കണ്ടോ, അപ്പുറത്ത് വേറൊരു ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. ഇവിടെ കുറച്ച് ഇൻഫർമേഷനൊക്കെ ഇതൊക്കെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. സീറ്റിൽ ചവിട്ടരുത്, ഷൂ ഇടരുത്, പിന്നെ ഹെഡ്സെറ്റ് വെച്ച് ഇതാക്കുമ്പം അതുണ്ട്. ഓവർ ദെയർ ഹെഡ്സെറ്റ് വെക്കുമ്പം അപ്പുറത്ത് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അവർ വിചാരിക്കും അവരൊന്നും കേൾക്കുന്നില്ല എന്ന് വിചാരിക്കും. അവർ മാത്രം കേൾക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ഈവൻ JBL ആണെങ്കിൽ പോലും അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ കേൾക്കും, നല്ല ഒച്ചത്തിൽ വെക്കുവാണെങ്കിൽ. അത് പാടില്ല എന്നും പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു വാണിങ് ഈ വാണിങ് ഞാൻ കാണുന്നത്. കണ്ടോ, ഞാൻ വെതർ നോക്കിയപ്പം നോക്കട്ടെ കാണിച്ചു തരാം. വെതർ ഹാൾസ്റ്റാട്ട് 75% മഴ കാണിക്കുന്നുണ്ട്. 2 മണിക്കും 2 മണിക്കും 3 മണിക്കൊക്കെ മഴയാണ്. റെയിൻ കണ്ടീഷൻ എക്സ്പെക്റ്റഡ് ആണ്. ക്ലൗഡി ആയിരിക്കും.
എന്തായാലും എന്ത് ക്ലൗഡി ആണെങ്കിലും മഴയാണെങ്കിലും എനിക്ക് ആ സ്ഥലം കാണണം, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ബോറടിക്കുന്നു. ഒന്നാമത് ഈ ട്രെയിനിനകത്ത് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പുറത്തെ ബോഗിയിൽ ആളുണ്ട്, ഇപ്പുറത്തെ ബോഗിയിൽ ആളില്ല. ഇത് രണ്ടും കൂടെ അടർത്തിക്കൊണ്ട് പോവും? ഓ ഇല്ല, ചാൻസ് കുറവാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ രണ്ട് ബോഗിയൊക്കെ കണക്ട് ചെയ്ത് പോകും. രണ്ട് സ്ഥലത്തും എൻജിൻ കാണും. എന്നിട്ട് ഈ സാധനം ഇപ്പം ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ഇതിൻ്റെ ഒരെണ്ണമായിരിക്കും മുന്നോട്ട് പോകുന്നത്, ഈ ഒരെണ്ണം വേറെ വഴിക്ക് പോകും. നമ്മൾ സാൽസ്ബർഗിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 45 മിനിറ്റ്സിനുള്ളിൽ നമുക്കെത്താം. ഇപ്പം 8:20 ആയി. 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും. ഇത് ട്രെയിൻ ഒരു 2 മിനിറ്റ് ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് വന്മാർ ഓടി പിടിച്ചോളുമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ദൂരെ പോയി ഹിമാലയം, ദൂരെ നമുക്ക് ആൽപ്സ് പർവ്വതങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ട് വിസിബിളായി തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ വിസിബിളാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബവേരിയയിലെ ഗ്രാമങ്ങളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഗ്രാമഭംഗിയും പച്ചപ്പും എല്ലാം നമുക്ക് കണ്ട് റിലാക്സ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 8:20 സൂര്യനൊന്നും വന്നിട്ടില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു വെട്ടക്കുറവും ആ ഒരു വ്യൂവിൻ്റെ ഒരു ഇതുമുണ്ട്. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. എന്തായാലും അവിടെ ചെന്ന് കഴിയുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നമുക്ക് പോകാം. നമ്മൾ ഫ്രൈലാസിംഗ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ നമുക്ക് ആൽപ്സ് മലനിരകൾ കാണാം. അങ്ങനെ നീണ്ട 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം എൻ്റെ ട്രെയിൻ ഇവിടെ സാൾസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് 9:15 എനിക്കൊരു ബസ് പിടിക്കണം. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി നോക്കണം. ഇതാണ് സാൾസ്ബർഗ് റെയിൽവേ സ്റ്റേഷൻ. അങ്ങ് ദൂരെ നമുക്ക് മലനിരകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ ട്രെയിനിലാണ് ഞാൻ വന്നത്. ഏതായാലും നമുക്ക് താഴോട്ട് ഇറങ്ങി ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് കിടന്നിട്ട് നോക്കണം എവിടെയാണ് ബസ്സെന്ന്. അതിന് പുറത്തോട്ട് ഇറങ്ങാം. എക്സിറ്റ് വന്നിട്ട് ബസ് സ്റ്റാർട്ടാണ്. ഞാനിത് 2ാമത്തെ തവണയാണ് ഈ സാൽസ്ബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓസ്ട്രിയൻ സിറ്റിയിൽ വരുന്നത്. ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം. ഇവിടെ ആയിരിക്കണം എനിക്ക് ബസ് വരേണ്ടത്. ബസ് നമ്പർ 150 എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സാണ്. അപ്പോൾ അത് നോക്കണം. എനിക്ക് ഓൾമോസ്റ്റ് 15 മിനിറ്റും കൂടെ സമയമുണ്ട്. ഈ സാൽസ്ബർഗ് സിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പാലസും പിന്നെ ഇവിടെ ഒരു ഗാർഡനും ഒക്കെ ഉണ്ട്. നമ്മുടെ സ്വപ്നക്കൂട് മൂവിയില്ലേ, അതിനകത്തെ പാട്ടും ഓൾമോസ്റ്റ് എല്ലാ പാട്ടിനകത്തും കാണിക്കുന്ന ഒരു ഗാർഡൻ ഉണ്ട്. അതിവിടെ അടുത്തായിട്ടാണ്. ഞാൻ ഇതിന് മുന്നേ വന്നപ്പം അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ബസ്സിൽ കയറി യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാൽസ്ബർഗ് സിറ്റി കൂടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു ധൃതിയും പിന്നെ ഈ ബസ് നിറച്ച ആളാണ്. അപ്പം അതുകൊണ്ട് ബസ്സിൻ്റെ പുറത്തുനിന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ബസ് നിറച്ച ആളാണ്. അപ്പം നമ്മൾ
സിറ്റിക്കുള്ളിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്താ അവസ്ഥ എന്നെനിക്കറിയത്തില്ല. എന്തായാലും ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് പോകുന്നതാണ്. അതിപ്പം മഴയാണേലും മഞ്ഞാണേലും വെയിലാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്തായാലും മുന്നോട്ടേക്ക് യാത്ര തുടരുകയാണ്. സാൽസ്ബർഗ് വിട്ട് നമ്മൾ ഓസ്ട്രിയൻ ഓൾമോസ്റ്റ് ഒരു എന്നാ പറയണ്ടേ, നമ്മുടെ മൂന്നാർ വയനാട് ആ വൈബില്ലേ, ആ വൈബ് ചുരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ കാടാണ് കാണുന്നത്. അപ്പുറത്ത് വലിയ മലനിരകളൊക്കെ നമുക്ക് കാണാം. ഗ്രാമങ്ങൾ ഈ ഏരിയയിൽ ഫുള്ള് കോട ഇറങ്ങിയിട്ടുണ്ട്. മലകളൊന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ചെറിയതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഈ മരങ്ങളൊന്ന് മാറുമായിരുന്നെങ്കിൽ ഞാൻ ആ വ്യൂ കാണിക്കാമായിരുന്നു. ആ കോട ഇറങ്ങിയ ആ ഒരു വ്യൂ മലയുടെ മേളിലെല്ലാം നമുക്ക് കാണാം. ഇതിലും വ്യൂ അല്ലേ? ഓ മൈ ഗോഡ്, സൂപ്പർ സാധനം. ഇത് സ്വിറ്റ്സർലാൻഡ് ഒന്നുമല്ല, ഇത് ഓസ്ട്രിയ. അത് ദൂരെ ഒരു തടാകം കാണാം. ഞാൻ ആക്ച്വലി അപ്പുറത്തെ സൈഡിലായിരുന്നു ഇരുന്നത്. ഇപ്പുറത്തെ വ്യൂ വന്നപ്പോൾ ഞാൻ ഇപ്പുറത്തോട്ട് വന്നു. അപ്പുറത്തെ സൈഡിലെ വ്യൂ വന്ന് കൂപ്പ് ഈ ഒരുമാതിരി ചുരം ഇറങ്ങുന്ന പോലെ ഉള്ള സെറ്റപ്പ് ആയതുകൊണ്ട് ചെവി അടഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ വ്യൂ മൊത്തം അപ്പുറത്താണ്. ഈ ബസ്സിലാണ് നിറച്ച ആൾക്കാർ. അതുകൊണ്ട് അപ്പുറത്തെ സീറ്റൊക്കെ പോയി. അതെ, ഈ സെയിം ബസ്സിലാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തടാകത്തിൻ്റെ ഇപ്പുറത്തുനിന്നുള്ള വ്യൂ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ കിടിലൻ ഒരു ലേക്കിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. ലേക്കിൻ്റെ അപ്പുറത്ത് നമുക്ക് മലനിരകളും കോടയൊക്കെ കാണാം. പക്ഷെ ഇവിടെ ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ കാണാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും വ്യൂ ഒരു രക്ഷയില്ല. കണ്ടോ? ആ കോട വന്ന് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. കോടയും പച്ച കളറ്, നീല പച്ച കലർന്നൊരു കളറും ലേക്കും മൊത്തത്തിൽ ഭയങ്കര ഭംഗി. ഓസ്ട്രിയ മനോഹരമായിട്ടുണ്ട്. കാരണം ഞാൻ ഓസ്ട്രിയയിൽ ഇത് 2ാമത്തെ തവണയാണ്. അപ്പം ഞാൻ ആദ്യം സാൽസ്ബർഗിൽ വന്ന് സാൽസ്ബർഗ് സിറ്റി മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീടിപ്പം ഓൾമോസ്റ്റ് 2 വർഷം ആകുന്നു. 2 വർഷത്തിന് ശേഷമാണ് ഓസ്ട്രിയയിലോട്ട് 2ാമതായിട്ട് വരുന്നത്.
അപ്പം യഥാർത്ഥ ഭംഗിയിരിക്കുന്നത് ഓസ്ട്രിയയുടെ ഉൾഗ്രാമങ്ങളിലേക്കാണ്. എല്ലാം അടിപൊളിയല്ലേ. അങ്ങനെ ഞാൻ ഇവിടെ ഓസ്ട്രിയയിലെ ബാഡ് ഇഷ്ചലാണോ എന്ന് എനിക്കറിയത്തില്ല, ആ ഒരു സ്ഥലത്ത് ഞാൻ എത്തി, റെയിൽവേ സ്റ്റേഷനിൽ. ഇനി ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ട് വേണം ഹാൾസ്റ്റാഡ് ബാനോഫിലേക്ക് പോകാനായിട്ട്. ഇവിടെ OBBയുടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്, നൈസായിട്ടുണ്ട്. ഇവിടുന്നാണ് ട്രെയിൻ എടുക്കേണ്ടത്. ഒരുമാതിരി മൂടിയ ഒരു ക്ലൈമറ്റാണ്. അങ്ങനെ നമ്മുടെ അടുത്ത ട്രെയിൻ വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഒരുമാതിരി ക്ലാസ് ട്രെയിൻ, ഫുള്ള് റെഡ് കളറൊക്കെ ആയിട്ട് കളർഫുള്ളായിട്ട്. ജർമ്മൻ ട്രെയിനിനെ കഴിഞ്ഞും കിടിലനാണ് OBB ട്രെയിൻ. സീറ്റ് കിട്ടി. ഇത് അപ്പുറത്ത് കിടപ്പുണ്ട് ഒരു OBB. നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സൈഡിൽ കണ്ട ഒരു ലേക്കാണ് ഇതാണ് ഹാൾസ്റ്റാഡ് ലേക്ക് തന്നെയാണ്. ഈ ലേക്കിൻ്റെ അപ്പുറത്ത് കാട് വന്നു. ഈ ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ വണ്ടി ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. ആ ഭാഗത്താണ് ഹാൾസ്റ്റാഡ്. ഇന്ന് ആക്ച്വലി മഴയുള്ള ദിവസം ആയതുകൊണ്ട് നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോട ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല കിടിലനായിട്ട് വിഷ്വൽസ് കിട്ടും. കാരണം ആ കോടയുടെ ആ ഒരു ഇതിൽ കിട്ടും. അതാണ്ട് ആ ഭാഗത്ത് കാണുന്ന ഒരു സിറ്റിയാണ് ഹാൾസ്റ്റാഡ് സിറ്റി. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏതായാലും ആ സ്ഥലത്ത് എത്തിയിട്ട് കാണിക്കും. ഇവിടെ മൊത്തം മരം കാരണം എനിക്കാണെങ്കിൽ ഒന്നും കാണിക്കാനും പറ്റത്തില്ല. ഇത് കണ്ട് ഫുള്ള് മരമാണ്. മരത്തിൻ്റെ അതിൽ പൊക്കത്തോളം ഇല്ല, നടക്കത്തില്ല. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് നമുക്ക് ഇതുണ്ട്, ഫെറി ബോട്ട് സർവീസ് ഉണ്ടെന്നാണ് കേട്ടത്. ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എന്തായാലും ഇപ്പോൾ ഇത്ര നേരം യാത്ര ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 5 മണിക്കൂറായി ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. രാവിലെ 5:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. അതിൻ്റേതായ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സീനൊന്നുമില്ല. ഈ വ്യൂവും ഈ സാധനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറി. നൈസല്ലേ. ട്രെയിൻ ഇറങ്ങി. ഈ ഹാൾസ്റ്റാഡ് എന്ന് പറയുന്ന ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നമ്മൾ ട്രെയിൻ ഇറങ്ങി. കുറേ ആൾക്കാരുണ്ട്. നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ ഈ നദി അപ്പുറത്താണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിച്ച സ്ഥലം. നല്ല തണുപ്പുണ്ട്. നമ്മൾ കുറേ ആൾക്കാരുണ്ട് ലൈനായിട്ട്. നമ്മൾ ഇവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്. ബോട്ടിൽ കയറാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നദിയുടെ അപ്പുറത്താണ് ആ ഹാൾസ്റ്റാഡ് ആ ഒരു സ്ഥലമുള്ളത്. ഹാൾസ്റ്റാഡ് ആ വ്യൂ പള്ളിയുമൊക്കെയുള്ള സ്ഥലമുള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇതിൽ കയറാൻ ഏതാണ്ട് ഇത്ര യൂറോ കൊടുക്കണം. ഏതായാലും ഞാൻ ടിക്കറ്റ് എടുക്കാനുള്ള ക്യാഷൊക്കെ ഒന്ന് എടുത്തോട്ടെ, എന്നിട്ട് ഏതായാലും ഇത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഇതേ ബോട്ടിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ 8 യൂറോ ആയിട്ടുണ്ട്. ഇത് ബോട്ടിൻ്റെ ഉൾഭാഗമാണ്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും അപ്പുറത്തെ സൈഡിലോട്ടാണല്ലോ പോകുന്നത്. ഈ ബോട്ട് മൊത്തത്തിലൊന്ന് നോക്കാം. ബോട്ട് നമ്മളിതേ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ബോട്ട് എടുത്തിട്ടുണ്ട്.
ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളിതേ ബോട്ടിലിതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് 8 യൂറോ ആണ് ആയിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാൻ വിട്ടുപോയി, ഞാൻ ആദ്യം സാൽസ്ബർഗിൽ നിന്ന് ഒരു ബസ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് രണ്ടിനും കൂടെ 17 യൂറോ ആണ് എനിക്കായത്. ഇപ്പം ഈ ബോട്ട് സർവീസിന് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് എനിക്ക് അയക്കുന്നത് 8 യൂറോയും. പിന്നെ ജർമ്മൻ ടിക്കറ്റ് കയ്യിലുള്ളത് കൊണ്ട്, ഐ മീൻ ഡോച്ച്ലാൻഡ് ടിക്കറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് സാൽസ്ബർഗ് വരെ ഫ്രീ ആയിട്ട് വരാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മൾ ഈ ഹാൾസ്റ്റാട്ട് സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എത്തും. അങ്ങനെ ഹാൾസ്റ്റാട്ട് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൽ നമ്മൾ ബോട്ട് കൊണ്ട് അടുപ്പിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. 6 വർഷം 2019 വരണമെന്ന് ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്ത് ഞാൻ എത്തിയേക്കുവാണ്, ഹാൾസ്റ്റാട്ടിൽ. അങ്ങനെ ഹാൾസ്റ്റാട്ട് എന്ന് പറയുന്ന പട്ടണത്തിൽ നമ്മൾ വന്ന് ബോട്ട് ഇറങ്ങിയേക്കുവാണ്. നമ്മളിത് ഈ ബോട്ടിലാണ് വന്നത്. ഇന്ന് ഒരുമാതിരി മൂടി മഴയുള്ള ക്ലൈമറ്റാന്നൊക്കെ ഉള്ളതുകൊണ്ട് അധികം ആൾക്കാർ വിചാരിച്ചത്ര ആൾക്കാർ ഇല്ലിവിടെ. പക്ഷേ കിടിലനാണ്. ഇതാണ് മറ്റേ ഹാൾസ്റ്റാട്ടിൻ്റെ ഐക്കോണിക്കായിട്ടുള്ള ചർച്ച് കാണുന്നത്. നമ്മൾ ഹാൾസ്റ്റാട്ട് എന്ന് എപ്പോൾ ഗൂഗിൾ ചെയ്താലും ആദ്യം വരുന്നത് ഈ ചർച്ചിൻ്റെ ഒരു ഫോട്ടോയാണ്. അതുപോലെ തന്നെ ഇത് ആ കാണുന്നതും അടുത്ത ചർച്ചാന്ന് തോന്നുന്നു. ഇതിൻ്റെ എവിടേക്കോ നിന്നാൽ ഫോട്ടോ കിട്ടുന്ന ഏരിയ ഉണ്ട്. ഐ മീൻ ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള കുറേ ഏരിയാസ് ഉണ്ട്. അതെല്ലാം ഞാൻ കണ്ടുപിടിച്ച് ഫോട്ടോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മൂലയ്ക്കോട്ട് പോവാം, സ്റ്റാർട്ട് ചെയ്യാം പരിപാടി. ആ മൂലയ്ക്ക് ആ വീടുകളുടെയൊക്കെ ആ ഒരു ഏരിയ ഉണ്ടോ, അതിൻ്റെ ആ ഒരു കോർണറിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കിടിലനായിട്ടുള്ള ഫോട്ടോ കിട്ടും. അതിൻ്റെ ആ ഏരിയയിലേക്കാണ് ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ വീടുകളിലൊക്കെ കണ്ടോ, ശരിയാണ് കാര്യം ഇത് സണ്ണി ഡേ അല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം ഇവിടെ ഉണ്ട്. കാരണം ഈ പൂക്കളൊന്നും അധികം തെളിച്ചം കാണുന്നില്ല, ഈ വീടുകൾക്കൊന്നും തെളിച്ചം കാണുന്നില്ല. മൊത്തത്തിലൊരു ചില സിനിമകളിൽ നോർവേ കാണിക്കത്തില്ലേ, ഒരു ഇരുണ്ട ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതുണ്ട്, മഴ പെയ്യാനായിട്ടുള്ളൊരു ചാൻസൊക്കെ ഉള്ളത് കൊണ്ടുള്ളൊരിതുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഈ സ്ഥലത്ത് വരണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു.
എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അങ്ങോട്ടേക്കാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയ ചെറിയ ഇടനാഴികളുണ്ട് ഇതിൻ്റെ ഈ വീടിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ ഉള്ള ഇടനാഴി കൂടെ ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ഇവർക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് ഇവർ ചുമ്മാ എന്താ പറയുക, ഈ മലയുടെ സൈഡിലായിട്ട് വീടുകൾ വെച്ചേക്കുവാണ്. ഇവിടുത്തെ തിരക്ക് കണ്ടോ? ഈ സ്ഥലത്താണ്, ഇവിടുന്നാണ് ആ ഐക്കോണിക് ആയിട്ടുള്ള ആ ഒരു പിക്ചറിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നത്, ആ ഒരു സീനറി. എപ്പോഴും ഇതൊരു ഈ ആംഗിളിൽ നിന്നുള്ള ഫോട്ടോ എപ്പോഴും ഓൾമോസ്റ്റ് എല്ലാവരും എടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചുമ്മാ ഹാൾസ് ചാട്ടെന്നും പറഞ്ഞ് അടിച്ച് നോക്കിയാലും ഈ ഒരു ഇതാണ് കിട്ടുന്നത്. ചുമ്മാ നമുക്ക് ഈ സിറ്റി കുറച്ചും കൂടെ അങ്ങോട്ടേക്ക്, സിറ്റി അല്ല, ഈ ഒരു വില്ലേജ് നമുക്ക് കുറച്ചും കൂടെ നടന്ന് കാണാം. ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലാം ഈ പറയുന്ന ഈ മലയുടെ സൈഡിലായിട്ട് മല തുരന്നുണ്ടാക്കിയേക്കുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ വീടുകളെല്ലാം വെച്ചിരിക്കുന്നത്. കുറച്ച് ദൂരം കൂടെ ഈ നദിയുടെ സൈഡിൽ കൂടെ നടക്കാം. ഇതാ അവിടെ അടുത്ത ബോട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു പൂച്ചക്കുട്ടി. ഓഹ് എൻ്റെ പൊന്നു, എന്നാ ഒരു വ്യൂ അല്ലേ. കിട്ടില്ലൻ. ഇവിടെ നമുക്കൊരു ഡ്രിങ്കിങ് വാട്ടർ സെറ്റപ്പ് കാണാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് സാധിക്കും. ഈ മലക്കകത്തുനിന്ന് വരുന്നതായിരിക്കും. ആ വഴി അധികം പോയാൽ ഒന്നും കിട്ടത്തില്ല, വെറുതെ നടക്കുക. അവിടെ നിന്ന് പിന്നെ ആൾക്കാരെ കയറ്റി വിടത്തില്ല. അവിടെ പിന്നെ എന്തോ മെയിൻ റോഡാണ്. അപ്പം ഞാൻ ഈ വഴിക്ക് തന്നെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം കണ്ടത് വെള്ളം, കുടിവെള്ളത്തിൻ്റെ ഇതിവിടെ ഉണ്ട്. നല്ലൊരു ഇത്, സീരിയസ്ലി നല്ല തണുപ്പുണ്ട്. ഇപ്പം എത്ര ഡിഗ്രിയാണ്? 12, 19. സോറി ഇത് ലാൻഡ് സ്യൂട്ടാണ്. ഹാൾസ്റ്റാട്ടിലിത് 15 ഡിഗ്രിയാണ്. എന്നാലും കുറച്ച് തണുപ്പുണ്ട്. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് സെമിത്തേരിയിലാണ്. ഇത് കണ്ടോ, ഇവിടെ ഇത്രയും ഇതേ ഉള്ളൂ. കാര്യം ഇവിടെ ആളുകൾ വളരെ കുറവ് താമസിക്കുന്ന ഒരു എന്താ പറയണ്ട വില്ലേജാണ്. അപ്പം ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ സെമിത്തേരി. ഈ ഒരു പള്ളിയുടെ മുറ്റത്ത് നിന്ന് അപ്പുറത്തെ പള്ളി കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ. ഇവിടുത്തെ ബോട്ട് വന്നിട്ടുണ്ട്. ഈ പള്ളിയുടെ എൻട്രൻസ് എവിടെയാണെന്ന് നോക്കട്ടെ. ചെറിയ രീതിയിൽ മഴ പൊടിയുന്നുണ്ട്. എത്ര മണിക്കാണ്? 2 മണിക്കും 3 മണി അല്ല 1 മണിക്കും 2 മണിക്കും ഇടയ്ക്ക് മഴ പെയ്യുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അതിന് മുന്നേ തന്നെ മഴ പെയ്തു. ഈ പള്ളിയുടെ ഇപ്പുറത്തെ സൈഡിലും ഇതുണ്ട്, സെമിത്തേരികളുണ്ട്. ഇതാണ് ചർച്ച്. പള്ളിക്കകത്തൊന്ന് കയറാം.
പള്ളിയിൽ നിന്നിറങ്ങി നമ്മൾ അടുത്തതായിട്ട് ഇവിടെ ഈ മരിച്ചവരുടെ അസ്ഥികൂടങ്ങൾ വർഷങ്ങൾക്ക് ശേഷം തലയോട്ടിയിൽ പേരെഴുതി വെക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. അപ്പം ആ ഏരിയയിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തലയോട്ടികളും പിന്നെ അസ്ഥികളും അവിടെ സൂക്ഷിക്കും. അത് ഇന്ന് കറക്റ്റ്ലി അത് ഇപ്പോഴും ഉണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. പക്ഷേ അത് എല്ലാവരുടെയും ചെയ്യത്തില്ല. എൻ്റെ തലയോട്ടി എൻ്റെ മരണത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് ചെയ്യും. അങ്ങനെയാണ്. നേരത്തെ എല്ലാവരുടെയും ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയുടെ ഇപ്പുറത്തെ സൈഡിലുള്ള സെമിത്തേരിയുടെ ഇവിടെ തന്നെ വന്നേക്കുവാണ്. ഇതാണ് ആ ബൈൻ ഹൗസ് എന്ന് പറയുന്നത്. ബോൺ ഹൗസ് എന്ന് വേണം നമുക്ക് പറയാം. അസ്ഥികൂടങ്ങളുടെ ഹൗസ്. അപ്പോൾ ഇതിൽ കയറണമെങ്കിൽ ക്യാഷ് കൊടുക്കണം. എത്ര യൂറോ ആണെന്ന് നോക്കണം. 2 യൂറോ ആണെന്ന് തോന്നുന്നു. ഇതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. നമ്മൾ അസ്ഥികൂടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇതാ ഇങ്ങനെ. പിന്നെ ഇത് വെക്കുമ്പോഴും ഒരേ ഫാമിലിയിലുള്ളവരെ ഒന്നിച്ചായിരിക്കും വെച്ചിരിക്കുന്നത്. പിന്നെ താഴെ ബാക്കിയുള്ള അസ്ഥികളും എല്ലുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? ഈ ഏരിയ നിറച്ചത് തന്നെയാണ്. ഇതിനകത്ത് വെട്ടം ഇച്ചിരി കുറവാണ്. ഇവിടെ മഴ നേരത്തെ തുടങ്ങി. ഞാൻ ആ മറ്റേ തലയോട്ടികളുടെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ ചുമ്മാ ഈ സിറ്റിക്കുള്ളിൽ കൂടെ, സിറ്റിയല്ല ഈ വില്ലേജിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ലിപ്പറിയാണ് ഹലോ സ്ലിപ്പറിയാണ്. കൊള്ളാം. ആ ഹാൾസ്റ്റാട്ട് പള്ളിയുടെ ബാക്ക് സൈഡിൽ ഫുള്ള് കോട വന്നിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. സീരിയസ്ലി എനിക്ക് ഒരു ഫീൽ ചെയ്യുന്നത് സിനിമകളിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു നോർവേയുടെയൊക്കെ ഒരു വൈബാണ്. റാഗ്നറോക്കിനകത്തൊക്കെ കണ്ടേക്കുന്ന ഒരു നോർവേ പട്ടണങ്ങളൊക്കെ പോലെയാണ് എനിക്ക് ഹാൾസ്റ്റാട്ട് ഫീൽ ചെയ്യുന്നത്. ചെറിയ ഇടനാഴികളൊക്കെ ഉണ്ട്. കിടിലം മഴ പെയ്യുന്നുണ്ട്. നല്ല കോട വരുന്നുണ്ട്. ചുറ്റിനും കോടയാണ്. ഐ മീൻ എൻ്റെ ചുറ്റിനുമല്ല, ഈ ഇതിന് ചുറ്റിനും കോട കാണാം. ഇതാണ് ആ പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച്. ഇത് കിടിലം മഴയാണ് ഇവിടെ. സമ്മറിൽ
ഹാൾസ്റ്റാർട്ട് കാണാൻ വന്ന എൻ്റെ അവസ്ഥയാണ്. ഇത് കണ്ടോ, ഇവിടെ എന്തോ പെരുമഴ. ഷൂസ് എല്ലാം നനഞ്ഞു. വാട്ടർ പ്രൂഫ് ഷൂ എല്ലാം ഇട്ടിട്ട് വന്നാൽ മതിയായിരുന്നു. ഇവിടെ കയറി നിൽക്കാനായിട്ട് ഒരു സ്ഥലം നോക്കിയിട്ട് അതും കിട്ടുന്നില്ല. നോക്കട്ടെ, എവിടെയെങ്കിലും കയറി നിൽക്കണം. കോപ്പ്. ഇതേ മേളിൽ നിന്നൊരു വെള്ളച്ചാട്ടം വരുന്നുണ്ട്. നമുക്ക് ക്യാമറ കിട്ടുമോ? സൂം ചെയ്ത് നോക്കാം. കണ്ട അങ്ങ് ദൂരെ സീൻ. ഇതേ കുടയും പിടിച്ചിട്ട് പോകേണ്ട അവസ്ഥയാണ്. ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഷൂ വരെ നനഞ്ഞു. പണിപാളി. ഈ വില്ലേജിൻ്റെ ഒരു നടുമുറ്റം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഏരിയ ആണിത്. നല്ല അടിപൊളിയായിട്ട് ബിൽഡിങ്സൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് പൂക്കളൊക്കെ ആയിട്ട്. പക്ഷേ ഇത് ഈ മഴയത്ത് കാണുന്നതിലും ഭംഗി എപ്പോഴും വെയിലുള്ളപ്പം വന്നിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ അടിപൊളിയായാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച്. ഈ ചർച്ചിനുള്ളിലും കൂടെ ഒന്ന് കയറിയിട്ട് നമുക്ക് ഇറങ്ങാം. അത് ഈ മഴ ആയതുകൊണ്ട് മൊത്തത്തിലങ്ങ് മടുപ്പിച്ച് കളഞ്ഞു. സീരിയസ്ലി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മഴ ഇതുപോലെ ശോകമാക്കുമെന്ന് വിചാരിച്ചില്ല. അതേ ഫുള്ള് നനഞ്ഞ് കിണ്ടിയായിട്ടുണ്ട്. ഈ വാതിൽ തുറന്നിട്ടുണ്ടോ ഈ പള്ളിയുടെ? ചുമ്മാ തള്ളി നോക്കാം. ഫ്രണ്ട് ഡോറ് മാത്രമേ തുറന്നിട്ടുള്ളൂ, അത് തുറന്നിട്ടില്ല. ആരാ പോകുന്നത്? ഒന്ന് കയറി നോക്കാം. നമ്മൾ ആ കാണുന്ന പള്ളിയിൽ കയറിയായിരുന്നു. ഇനിയിപ്പോൾ ഇതിനകത്തൂടെ ഒന്ന് കയറി നോക്കാം. ഒരു ടിപ്പിക്കൽ പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച് എന്നൊക്കെയാണ് പറയുന്നത്. അധിക അലങ്കാരങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പള്ളിയാണിത്. ഉണ്ടോ? ഒത്തിരി ഒരു ഡെക്കറേഷൻസും ഇല്ല. ജസ്റ്റ് അവിടെ ഒരു ഇതുണ്ട്, പടമുണ്ട്. അത് ആരുടെയൊരുണ്ട്, ഔസേപ്പിതാവും തോമസിനെയാണോ എനിക്കറിയത്തില്ല. ഈ പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചിനെ പറ്റി എനിക്കറിയാത്തതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല. യേശുവിൻ്റെ ഒരു കുരിശ് രൂപമുണ്ട്. പുറത്ത് നല്ല മഴയായതുകൊണ്ട് എല്ലാവരും ഈ പള്ളിക്കകത്ത് കയറി നിൽക്കുകയാണ്. ഇതാണ് പള്ളി. ഗായ്സ്, അങ്ങനെ ഞാനിപ്പോൾ സാൽസ്ബർഗിൽ തിരിച്ചെത്തി. ഞാൻ സാൽസ്ബർഗിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെന്നും ഇവിടെ ഒരു ഗാർഡനിൽ ഞാൻ വന്നിട്ടുണ്ടെന്നും. അതായത് സ്വപ്നക്കൂട് മൂവിയിൽ അവർ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ആ ഒരു ഗാർഡനാണിത്. കണ്ടോ, നൈസായിട്ടുള്ള ഗാർഡനാണ് ഇത്. പിന്നെ രാവിലത്തെ ആ മഴ വൈബൊക്കെ മാറി ഇപ്പം വെയിലായിട്ടുണ്ട്. നടുക്കൊരു ഫൗണ്ടനുണ്ട്. നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കാസിലും കാണാം. അങ്ങനെ മൊത്തത്തിൽ ഇത് അടിപൊളിയായിട്ടുണ്ട്. നിറച്ച ആൾക്കാരും ഉണ്ട്. അപ്പം എനിവേ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഹാൾസ്റ്റാർട്ടിൻ്റെ ആ വീഡിയോ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെന്താ പറയണ്ടേ, ഒരു മൂടിയ ക്ലൈമറ്റും മഴയൊക്കെ ആയിരുന്നു. പറ്റാവുന്ന പോലെ ഞാൻ ആ വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ കിടിലനായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. അപ്പം മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.